ഹലോ ഗൈസ്, ഇപ്പോൾ വീട്ടിൽ കുറച്ച് അടുക്കള പണിക്ക് ഇടയില്ല കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നത്. ഇത് കുറേ നാളെ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്ന സ്റ്റാൻഡില്ല, അതാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വറുത്തെടുത്തു. അപ്പോൾ ഉച്ചയിലത്തെ ഏട്ടന് ഊണൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ കിളിമീനാണ്. അപ്പോൾ ഇത് വേഗം തേങ്ങ അരച്ച് കറി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാലൊഴിച്ചിട്ടുണ്ട് സാധാരണ കറി വെക്കാറ്, അപ്പോൾ ഇത് തേങ്ങ അരച്ച് വെക്കണത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വെള്ളത്തിലിട്ട് വെച്ച കുടപ്പുളിയൊക്കെ ചേർത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി, കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പ് ഇട്ടുണ്ട്, തിരുമ്പി ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. അതിനുശേഷം മീനിടുക. പിന്നെ തേങ്ങ അരച്ച് നല്ലോണം മഷി പോലെ അരച്ച് തേങ്ങയും അതിൽ ചേർത്തു. പിന്നെ അത് നന്നായി കഴുകിയ ജാറ് കഴുകിയൊക്കെ ഒഴിക്കുക. പിന്നെ അടച്ച് വെക്കുക. അത് തിളച്ച് വരുന്ന സെറ്റായി വരുമ്പോൾ അത് ഉള്ളിമുളകും കാച്ചി ഒഴിക്കുക. അപ്പോഴേക്കും ഞാൻ കുക്കറിൽ കുറച്ച് കൊള്ളി വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഉള്ളിമുളകും കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പയറ് കറി കാലത്തില്ല, അപ്പോൾ അതും കൂടി ഉച്ചയ്ക്ക് കുറച്ച് ഞാൻ ചോറ് കുറച്ചിട്ട് കൊള്ളി അധികം എടുത്തുകൊണ്ട് ഞാൻ കഴിക്കണേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഏട്ടൻ അത് കഴിഞ്ഞിട്ട് ഊണൊക്കെ എത്തിയത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞതിൻ്റെ അടുത്ത് കുറച്ച് പായസം കുടിക്കാൻ തോന്നുന്നുണ്ട്, പരിപ്പ് പായസം. അപ്പോൾ ഞാൻ പറഞ്ഞോട് പരിപ്പ് കുറച്ചിരിക്കേണ്ടി വേണമെങ്കിൽ ഉണ്ടാക്കി തരാം, അതിപ്പോൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വേഗം പരിപ്പ് ഞാൻ കഴുകി നന്നായി കുക്കറിൽ നെയ്യൊഴിച്ച് അത് പരിപ്പിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മൾ വിസിലടിച്ചു, 4 വിസിലടിച്ച ശേഷം ഉരുളിലേക്ക് പകർത്തി നന്നായി അത് ഉടച്ചെടുക്കേണ്ട. അതിന് ശേഷം ശർക്കര പാനി ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കണം. നന്നായി ഇളക്കി മിക്സായി വരുമ്പോൾ 2 പാക്കറ്റിൻ്റെ മിൽമ പാൽ ഞാൻ ഒഴിച്ചത്, 2 പാക്കറ്റാണ് എടുത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ തേങ്ങ ചിരവിയും പാലെടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തേങ്ങ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ പാലൊഴിച്ചിട്ടും പായസം ഉണ്ടാക്കട്ടെ. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് 2 പശുമ്പാൽ ഞാൻ ഒഴിച്ചു. അതിന് ശേഷം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഏലക്കായും പഞ്ചസാര പൊടിച്ചതും കൂടിയിട്ട് മിക്സ് ചെയ്തതിലേക്ക് ഇട്ടു. അതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി നല്ലോണം തിള വന്ന ശേഷം അതിലേക്ക് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പായസം, അടിപൊളി പായസമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഉള്ള പായസം ഞാൻ ഗ്ലാസ്സിലെടുത്ത് സ്പൂണൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കുന്നുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ നോക്കി നോക്കണം, ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പശുമ്പാൽ, പാക്കറ്റ് പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോലെ പായസം റെഡിയാക്കി എടുക്കട്ടെ. തേങ്ങ ചിരകി നാളികേരപ്പാലൊക്കെ എടുത്ത് പായസം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ പരിപ്പ് പായസം ഉണ്ടാക്കി നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടനോട് ഞാൻ പറയുന്നുണ്ട് നല്ല ചൂടുണ്ട്, അപ്പോൾ ഏട്ടൻ ശ്രദ്ധിച്ച് കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഒരു ഗ്ലാസ് കൂടി എടുത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഏട്ടൻ കഴിക്കുക, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓണത്തിന് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പായസം ഉണ്ടാക്കിയത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓണത്തിന് ഉണ്ടാക്കിയ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ സ്പൂണിലേക്ക് കോരി തന്നെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് ഇന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലെന്നൊരു പായസം ഇവിടെ ഉണ്ടാക്കും എന്നുള്ളത്. കാരണം പ്രത്യേകിച്ചൊരു വിശേഷം അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.